ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആർക്കാണ്? നമ്മുടെ പാർട്ട്ണറിനാണോ, പേരൻസിനാണോ, കുട്ടികൾക്കാണോ, സിബ്ലിങ്സിനാണോ, ഫ്രണ്ട്സിനാണോ, റിലേറ്റീവ്സിനാണോ? ആർക്കാണ് നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത്? ഇവർക്ക് ആർക്കുമല്ല. നമ്മളെ 100% അറിയുന്നത് നമുക്ക് മാത്രമാണ്, അല്ലേ? നമ്മളുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് സഹായിക്കുന്ന ഒരു വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നൽകുന്ന അറ്റൻഷൻ, അത് ഒരു വ്യക്തിക്ക് നൽകുന്നതായിക്കോട്ടെ, ഒരു സിറ്റുവേഷന് നൽകുന്നതായിക്കോട്ടെ, ആ അറ്റൻഷനെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും ഇന്റൻഷണൽ ആവണം എന്നുള്ളതാണ്. അതായത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒരു വ്യക്തിക്കാണെങ്കിലും ഒരു സിറ്റുവേഷനാണെങ്കിലും അറ്റൻഷൻ നൽകാനായിട്ട്. ആ ഒരു അവസരത്തിൽ നമ്മൾ അറ്റൻഷൻ നൽകണോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അത്രത്തോളം ഇൻവോൾവ് ആവണോ, അത്രത്തോളം നമ്മളുടെ ടൈം നൽകണോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം. അനാവശ്യമായിട്ട് ഒരിക്കലും നമ്മുടെ ടൈമും നമ്മുടെ ഇമോഷണൽ എനർജിയും നമ്മൾ വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബിക്കോസ് അങ്ങനെ നമ്മൾ അനാവശ്യ സ്ഥലത്ത് ഇൻവോൾവ് ആവുന്നത്, അനാവശ്യ വ്യക്തികളുടെ അടുത്ത് ഇൻവോൾവ് ആവുന്നത്, അറ്റൻഷൻ നൽകുന്നതൊക്കെ നമുക്ക് ഗുണത്തേക്കാൾ ദോഷമായിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ ശത്രുക്കളെ ആയിരിക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അതിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ നമ്മളുടെ അറ്റൻഷൻ ആവശ്യമാണോ എന്ന് നമുക്ക് ആലോചിക്കാം. 2 കാര്യങ്ങൾ വഴി നമുക്ക് അത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്ന്, നമ്മൾക്ക് ഏറ്റവും എനർജി തരുന്ന, ഏറ്റവും സന്തോഷം തരുന്ന, ഏറ്റവും ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ആരാണ്, എന്താണ്, അത് നേടിയെടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാം. അതിന് കിട്ടുന്ന ഉത്തരങ്ങൾ നമുക്ക് ഇത് നമ്മുടെ അറ്റൻഷൻ ഇന്റൻഷണൽ ആവാനായിട്ട് നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും. രണ്ടാമത്തത്, നമ്മൾ നെഗറ്റീവായിട്ടുള്ള, അതായത് നമുക്ക് ഒരു രീതിയിലും നമ്മളെ സഹായിക്കാത്ത, നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയുന്ന, അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാത്ത, നമ്മളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ അടുത്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ നിർത്തുകയും അവരിൽ നിന്നും, അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും ഒരു ബൗണ്ടറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഒരു ഹെൽത്തി ബൗണ്ടറി ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ആ ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഹെൽത്തി ബൗണ്ടറീസിന്റെ ഇമ്പോർട്ടൻസ്. അത് ഒരിക്കലും ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വഴി, ഹെൽത്തി ബൗണ്ടറീസ് വെക്കുന്നത് വഴി നമ്മുടെ റിലേഷൻഷിപ്സ് നശിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ ബൗണ്ടറി കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എനർജറ്റിക് ആയിട്ട്, മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായകരമാണ്.